ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കോഴിക്കോട് അരിപ്പാറ വാട്ടർഫാൾസിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോഴിക്കോട് തിരുവമ്പാടിയിൽ നിന്ന് 13 കിലോമീറ്റർ മാറി ആനക്കാംപൊയിലിനടുത്തായിട്ടാണ് അരിപ്പാറ വാട്ടർഫാൾസിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 10 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ചാർജ്. എൻട്രി ടൈം 9 മണി മുതൽ 5 മണി വരെയും. തൂക്കുപാലം എന്നാട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ബ്രിഡ്ജിൽ കയറിയുന്നതുകൊണ്ട് നമുക്ക് വാട്ടർഫാൾസിന്റെയും പച്ചപ്പിന്റെയും ഒക്കെ വ്യൂ ആസ്വദിക്കാൻ പറ്റും. തൂക്കുപാലം ഉള്ളതുകൊണ്ട് തന്നെ നാരങ്ങത്തോടിലൂടെയും ആനക്കാംപൊയിലൂടെയും ഇവിടേക്ക് വരാൻ പറ്റും. തെളിഞ്ഞ വെള്ളവും പാറകളും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപകടം നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ കുളിക്കാൻ ഇവരെ അനുവദിക്കുന്നില്ല. വേനലിലും വെള്ളരി മലയുടെ വൃഷ്ടി പ്രദേശങ്ങളിലും മഴ പെയ്യാറുണ്ട്. പെട്ടെന്നുണ്ടാവുന്ന മഴവെള്ളപ്പാച്ചിലിനും കുഴികൾ നിറഞ്ഞ പാറക്കെട്ടിലും പെട്ട് ഒരുപാട് പേരുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അധിക സമയം സ്പെൻഡ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. തുഷാരഗിരി വാട്ടർഫാൾസിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം ദൂരമുള്ളതുകൊണ്ട് തന്നെ തുഷാരഗിരിയിൽ വരുന്നവർക്ക് ഇവിടെ കൂടി വന്ന് കാണാൻ പറ്റും. നാരങ്ങത്തോട് പതങ്കയം വെള്ളച്ചാട്ടമൊക്കെ ഇതിനടുത്തായിട്ടാണ് വരുന്നത്. സ്ഥിരം അപകടം നടക്കുന്നതുകൊണ്ട് തന്നെ മഴക്കാലത്ത് അവിടേക്കൊന്നും എൻട്രി ഇല്ല. അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നും 8 കിലോമീറ്റർ പോയാൽ മറിപ്പുഴ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റും. മുത്തപ്പൻ പുഴ, വെള്ളരിമലയൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള റൂട്ടൊക്കെ അടിപൊളി തന്നെ കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് നന്നായിട്ടുണ്ട്. ബൈക്ക് ട്രിപ്പിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. തൂക്കുപാലത്തിനപ്പുറം കാടാണ്, അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. അപകടം നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല കേട്ടോ. കോഴിക്കോട് 75 ടൂറിസ്റ്റ് പ്ലേസുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.